പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഫോസിൻ്റെ റെസ്പോൺസിബിൾ പാരൻറ്റിംഗ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം എല്ലാ അർത്ഥത്തിലും ഒരു ഗ്ലോബൽ വില്ലേജായി മാറിക്കഴിഞ്ഞു. പുരോഗമനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഏറെ സ്വാധീനിക്കുകയും അതോടൊപ്പം അതിനെ വളരെയധികം കംഫർട്ടബിൾ ആക്കുകയും ചെയ്യുന്നുണ്ട്. ശാസ്ത്രം കൈവരിച്ച പുരോഗതിയുടെ ഫലങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പൊതുവെ എല്ലാവിധ സൗകര്യങ്ങളോടും ആഡംബരങ്ങളോടും കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ഒരു പരിധിവരെ അതിന് സാധിക്കുകയും ചെയ്യുന്നവരാണ്. പഴയതുപോലെയുള്ള ദാരിദ്ര്യം ഇന്ന് ഇല്ലെന്ന് പറയാം. അങ്ങനെയുള്ളവ വിരളമായി ഉണ്ടാകാം. എങ്കിലും എല്ലാ രംഗങ്ങളിലും നാം ഒത്തിരിയേറെ പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാം, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത്. ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറുന്നതോടൊപ്പം പൊതുവെ എല്ലാ കുടുംബങ്ങളും കുടുംബങ്ങളായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സ്ഥല, കാല, സാമൂഹ്യ വ്യത്യാസങ്ങൾക്കനുസരിച്ച് കണക്കിൽ മാറ്റമുണ്ടാകാം എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഭൂരിഭാഗവും ജോലിയുള്ള മാതാപിതാക്കളായതുകൊണ്ടും മുൻകാലങ്ങളേക്കാൾ കുടുംബ വരുമാനം വർദ്ധിക്കുകയും ചെയ്തതുകൊണ്ടും ഒപ്പം മക്കൾ എണ്ണത്തിൽ 1 2 ആയതുകൊണ്ടും മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള കരുതലും അവരോടുള്ള സ്നേഹ സമീപനവും ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. മക്കൾ വേണമെങ്കിൽ പഠിക്കട്ടെ എന്ന സ്ഥിതിയല്ല ഇന്നുള്ളത്. മറിച്ച് നിർബന്ധമായും അവർ നന്നായി പഠിക്കണം, പഠനം കഴിഞ്ഞ് ജോലി സമ്പാദിക്കണം, ഭാവി ജീവിതം ഏറ്റവും സുരക്ഷിതമാക്കപ്പെടണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് പൊതുവെ എല്ലാ മാതാപിതാക്കളും. അതുകൊണ്ട് തന്നെ മക്കൾ ആവശ്യപ്പെടുന്നത് എന്തും സാധിച്ചു കൊടുക്കാൻ, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ, അല്ലെങ്കിൽ ചോദിക്കുന്നത് എന്തും വാങ്ങിക്കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നുവെന്നത് ഒരു പരിധിവരെ സത്യമാണ്. അനാവശ്യമായ കാര്യങ്ങൾക്കാണ് മക്കൾ വാശി പിടിക്കുന്നതെങ്കിലും അത് വേണ്ട, ചെയ്തു തരില്ല എന്നൊക്കെ പറയാൻ മാതാപിതാക്കൾ മടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനവർ ഭയപ്പെടുന്നുണ്ടെന്നതും യാഥാർത്ഥ്യമാണ്. ഒരു സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നടത്തിയ ഓണാഘോഷത്തിൻ്റെ തലേ ദിവസം രാത്രി 8ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ അച്ഛൻ എന്നെ ഫോണിൽ വിളിച്ച് ഒരു സംശയം ചോദിച്ചു. അടുത്ത ദിവസം ഓണാഘോഷമായതുകൊണ്ട് കളർ ഡ്രസ് ഉപയോഗിക്കാൻ അനുവാദമുണ്ടോ ഇല്ലയോ എന്ന്. അതിനുണ്ടായ കാരണം ആ കുട്ടി മനസ്സിലാക്കിയത് അന്നേ ദിവസം കളർ ഡ്രസ് അനുവദിച്ചിട്ടില്ല എന്നായിരുന്നു. പിന്നീടാണ് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞ് അവൻ അറിയുന്നത് കളർ ഡ്രസ് അനുവദിച്ചിട്ടുണ്ടെന്നും അവരൊക്കെ പുതിയത് വാങ്ങിയിട്ടുണ്ടെന്നും. മകൻ്റെ നിർബന്ധം മൂലം രാത്രിയിൽ പൂട്ടി വീട്ടിലേക്ക് പോയ റെഡിമെയ്ഡ് കടക്കാരനെ കൊണ്ട് അത് തുറപ്പിച്ച് ആ കുട്ടിയുടെ കൂട്ടുകാർ വാങ്ങിയതുപോലെയുള്ള പുതിയ ഷർട്ടും മുണ്ടും വാങ്ങി അടുത്ത ദിവസം ഓണാഘോഷത്തിൽ പങ്കെടുത്തു. ഒരു പക്ഷേ കടക്കാരൻ സുഹൃത്തായിരുന്നുകൊണ്ടാകാം അത് സാധ്യമായത്. മക്കളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ മാതാപിതാക്കളല്ലാതെ മറ്റാരാണ് സാധിച്ചു കൊടുക്കുക? അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ മക്കളോട് സ്നേഹമുണ്ടെന്ന് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. തീർച്ചയായും മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം. അവർക്ക് വേണ്ടിയാണല്ലോ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത്. ഇതൊക്കെയല്ലേ കുടുംബജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ? തീർച്ചയായും അതെ. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് കൂടി രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ മുൻപ് പറഞ്ഞ സ്കൂളിലായിരിക്കുമ്പോൾ അടുത്തുള്ള 2 സ്കൂളുകളിൽ പഠിച്ചിരുന്ന 2 പെൺകുട്ടികളുടെ ആത്മഹത്യകളെക്കുറിച്ച് മാതാപിതാക്കൾ അറിയുകയും ആ മരണങ്ങളിലേക്ക് നയിച്ച കാരണങ്ങളെ ഗൗരവത്തിൽ വിലയിരുത്തേണ്ടതുമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുപോലുള്ള സാഹചര്യങ്ങൾ മിക്കവാറും എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നിരിക്കാം. ഒന്നാമത്തെ സംഭവം, 2 പെൺമക്കൾ മാത്രമുള്ള സാമാന്യ സമ്പന്നമായ ഒരു കുടുംബം. മാതാപിതാക്കൾ ഇരുവരും മെഡിക്കൽ ഡോക്ടേഴ്സ്. അച്ഛൻ വിദേശത്ത് ജോലി ചെയ്യുന്നു, അമ്മ നാട്ടിലെ ഒരു വലിയ ആശുപത്രിയിലും. മക്കളിൽ മൂത്തവൾ അടുത്തുള്ള സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തവൾ ഞങ്ങളുടെ സ്കൂളിലും. 10ൽ പഠിക്കുന്ന കുട്ടി ഒരു വെള്ളിയാഴ്ച സ്കൂളിൽ നിന്നും വന്നത് ഏറെ ഉത്സാഹത്തോടു കൂടിയാണ്. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ ക്ലാസ് ടൂർ പോകുന്ന ദിവസവും സ്ഥലവും തീരുമാനിച്ചിരിക്കുന്ന വിവരം അവരുടെ ക്ലാസ്സുകളിൽ അറിയിച്ചിരുന്നു. 10ാം ക്ലാസ് വരെ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ ആ സ്കൂളിൽ നിന്നും കൂട്ടുകാരുമൊത്ത് ടൂർ പോകുന്നതിനുള്ള അവസാന അവസരമായിരുന്നു അത്. വീട്ടിൽ വന്ന് തനിക്ക് ടൂർ പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചില്ല. അതിനമ്മയ്ക്ക് കാരണമുണ്ടായിരുന്നു. മുമ്പ് പല പ്രാവശ്യം ആ സ്ഥലത്തേക്ക് കുടുംബം ഒന്നിച്ച് യാത്ര പോയിട്ടുള്ളതായിരുന്നു. മാത്രവുമല്ല, മകൾ 10ാം ക്ലാസ്സിലായിരുന്നതിനാൽ പഠനത്തിന് പ്രമുഖ പ്രാധാന്യം കൊടുക്കണമെന്നുള്ള കാരണം കൊണ്ട് ടൂർ പോകേണ്ട എന്ന് അമ്മ തനിച്ച് തീരുമാനമെടുത്തു. എത്ര നിർബന്ധിച്ചിട്ടും ഒരു തരത്തിലും അമ്മ സമ്മതിക്കുന്നില്ല എന്ന് വന്നപ്പോൾ വിദേശത്തുള്ള അച്ഛനെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു. അച്ഛനാകട്ടെ മറ്റൊന്നും ആലോചിക്കാതെ അവൾക്ക് അനുവാദവും കൊടുത്തു. വളരെ സന്തോഷത്തോടു കൂടി അച്ഛൻ സമ്മതിച്ച കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ തൻ്റെ മുൻ തീരുമാനത്തിൽ നിന്ന് അണുവിട മാറാൻ അമ്മ തയ്യാറായില്ല. അത് അംഗീകരിക്കാൻ കഴിയാതെ വന്ന ആ കുട്ടി സ്വന്തം മുറിയിൽ പോയി ഫാനിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. രണ്ടാമത്തെ സംഭവത്തിലും 2 പെൺമക്കൾ മാത്രം. മാതാപിതാക്കൾ ഇരുവരും ഡോക്ടേഴ്സ്. ആ നാട്ടിലെ ഒരു വലിയ ആശുപത്രിയിൽ അവർ ജോലി ചെയ്യുന്നു. മൂത്ത കുട്ടിയുടെ +2 കഴിഞ്ഞ് മെഡിക്കൽ പഠനത്തിനായി വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. രണ്ടാമത്തെ മകളാകട്ടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
MBBS പഠിക്കാൻ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി വസ്ത്രങ്ങളും മറ്റും വാങ്ങാൻ 4 പേരും ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോയി. സ്വാഭാവികമായും വിദേശത്തേക്ക് പോകുന്ന മകൾക്ക് കൂടുതൽ വസ്ത്രങ്ങൾ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവൾക്ക് കൂടുതൽ വാങ്ങി. ഇളയവൾക്ക് പേരിന് 1-2 ജോഡി മാത്രം വാങ്ങി. എന്നാൽ അങ്ങനെ ചെയ്തത് തന്നേക്കാൾ കൂടുതൽ ചേച്ചിയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെയൊരു പരാതി അവൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതുമാണ്. മാതാപിതാക്കളാകട്ടെ അതത്ര ഗൗരവത്തിൽ എടുത്തിരുന്നുമില്ല. മാതാപിതാക്കൾക്ക് തന്നോട് സ്നേഹമില്ലെന്നും ചേച്ചിയോടാണ് അവർക്ക് കൂടുതൽ സ്നേഹമെന്നുമുള്ള ചിന്ത അവളെ വല്ലാതെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ആ മാനസിക സംഘർഷാവസ്ഥയെ അതിജീവിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, അതേപ്പറ്റി ആരോടും അവൾ തുറന്ന് പറഞ്ഞിരുന്നതുമില്ല. അന്ന് രാത്രി ആ കുട്ടി ആത്മഹത്യ ചെയ്തു. മക്കൾ ആവശ്യപ്പെടുന്നത് എന്തും ഏതും വാങ്ങിച്ചു കൊടുക്കുകയും അവരുടെ ഏത് ആവശ്യവും നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്നവർ, മക്കൾ എത്ര വലിയ തെറ്റ് കാണിച്ചാലും അവർക്ക് വിഷമമായാലോ എന്ന് കരുതി അത് തിരുത്താതിരിക്കുന്നവർ, അധ്യാപകരും മറ്റും മക്കളെ ശകാരിച്ചാൽ അതിനെതിരെ പരാതിപ്പെടുന്നവർ, ഇന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മക്കളെ അല്ലലില്ലാതെ വളർത്തിയാൽ തങ്ങളുടെ വാർദ്ധക്യത്തിൽ അവർ സഹായകമാകും എന്ന് ചിന്തിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അന്ധകരായി തീരുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ അന്ധകരായില്ലെങ്കിലും ചില നല്ല മൂല്യങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വിട്ടുവീഴ്ച മനോഭാവത്തിൻ്റെയും ഒക്കെ അന്ധകരാകുമെന്നത് തീർച്ച. അതുകൊണ്ട് ചെറുപ്പം മുതലേ തന്നെ വേണ്ട എന്നുള്ള കാര്യങ്ങൾക്ക് ബോധപൂർവം വേണ്ട എന്ന് തന്നെ പറയണം. അരുതാത്തതിന് അരുത് എന്ന് പറയണം. തിരുത്തേണ്ടതൊക്കെ തിരുത്തണം. ശകാരിക്കേണ്ടതിന് ന്യായമായ രീതിയിൽ ശകാരിക്കണം. അതേസമയം ഈ കാര്യങ്ങളിൽ മാതാപിതാക്കളുടെ വിവേകം വളരെ പ്രധാനമാണ്. അതൊക്കെ അവരുടെ നല്ല ഭാവിക്കാണെന്ന വസ്തുത അവർക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കാൻ മാതാപിതാക്കൾക്കായാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. വേണ്ട അരുത് എന്നൊക്കെ എങ്ങനെ പറയുന്നു, മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവ അംഗീകരിക്കാനുള്ള മക്കളുടെ മനസ്സ്. ഏറ്റവും പ്രധാനം എന്തും ഏതും അഭിമുഖീകരിക്കാനും വേദനകളെയും പരാജയങ്ങളെയും ഒക്കെ സഹിക്കാനും അതിജീവിക്കാനും അവരെ പഠിപ്പിക്കുക എന്നതാണ്. അതായിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസം. അറിവും മാർക്കുമൊക്കെ സെക്കൻഡറി ആയിരിക്കണം. മറിച്ചായാൽ നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി അറിഞ്ഞാൽ നന്നായിരിക്കും. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി.